CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് വൃദ്ധൻ ക്ഷേമ പെൻഷൻ തുക സംഭാവന ചെയ്ത സംഭവം വ്യാജമായി സൃഷ്ടിച്ചതെന്ന ആക്ഷേപം. വീഡിയോ എടുക്കാനായി CPM പ്രവർത്തകർ തന്ന പണമാണെന്ന് വൃദ്ധൻ പറയുന്ന വീഡിയോ പുറത്തുവന്നു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ വികസന മുന്നേറ്റ യാത്ര എത്തിയപ്പോഴായിരുന്നു സംഭവം. പെൻഷന് ഓരോരോ നേതാക്കന്മാരെ എത്തിയത്തു, പിണറായിന്റെ എത്തിയത്തും വേറെ എല്ലാവരുടെ എത്തിയത്തു പെൻഷൻ കിട്ടിയിട്ട് മുപ്പരെത്തിയത്തിന് ഫോട്ടോ എടുക്കുന്നില്ല. അങ്ങനെ കളിക്കുന്നില്ലേ? അതേ മാതിരിയിൽ ഞാൻ സ്റ്റേജിന്മ കയറിയിട്ട് കളിച്ച മുപ്പരെത്തിയെത്തുന്നു. വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ എതിർത്ത് കൊടുക്കാണ്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു തരുമെന്ന്. ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. നിങ്ങൾ എന്നെ പീസയിലിടിയെന്നും പറഞ്ഞു, പീസയിൽ വെച്ചിട്ടെന്നും പറഞ്ഞു, പീസയിൽ ഇട്ട് തന്നെ. മുഹമ്മദ് അസ്ലം വിശദാംശങ്ങൾ നൽകും. അസ്ലം, വികസന മുന്നേറ്റ ജാഥ കോഴിക്കോട്ട് എത്തിയപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർക്ക് ആ വേദിയിൽ വെച്ചൊരു വൃദ്ധൻ UDF വന്നാൽ ഇനി പെൻഷൻ കിട്ടില്ല, അതുകൊണ്ട് ഈ യാത്രയിലേക്ക് ഒരു സംഭാവനയായി ഞാനൊരു പണം തുക നൽകുന്നു എന്ന് പറയുന്നു. മാസ്റ്റർ അത് തിരിച്ച് അദ്ദേഹത്തിന് തന്നെ കൊടുക്കുന്നു. അത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു. എന്ന് വെച്ചാൽ ഇടത് പ്രൊഫൈലുകളൊക്കെ ആ വീഡിയോ ആഘോഷിക്കുന്ന നമ്മൾ കാണുകയാണ്. ഇപ്പോൾ അതൊരു ഫേക്കാണെന്ന് എങ്ങനെയാണ് ഇപ്പോൾ പുതിയ വാർത്ത വരുന്നത്? ഇദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള പ്രതികരണം എങ്ങനെയാണ്? ബാലുശ്ശേരി ഈയാട് സ്വദേശി മൊയ്തീനാണ് ആ വീഡിയോയിൽ കാണുന്ന വൃദ്ധൻ. അദ്ദേഹം സ്വമേധയാ നൽകിയതല്ല എന്നാണ് പിന്നെ അദ്ദേഹം ഒരു വീഡിയോ എടുത്തപ്പോഴാൾ അവിടെ തന്നെയുള്ള മറ്റൊരാൾ ചിത്രീകരിച്ച വീഡിയോ ആണ് അതിൽ കൂടി പറയുന്നത്. നിങ്ങളത് അവിടെ പോയി CPM സംസ്ഥാന സെക്രട്ടറി കൊടുക്കുകയാണെന്ന് ചോദിച്ചപ്പോഴാണ് അങ്ങനെയല്ല, അവരുടെ പാർട്ടി പ്രവർത്തകർ എൻ്റെ തന്ന തുക ഞാനത് നൽകുകയാണ് ചെയ്തത്, തിരിച്ചു തന്നു എന്ന് പറഞ്ഞാൽ ഒരു തിരക്കഥ പ്രകാരം നടത്തിയൊരു ഒരു പരിപാടിയായിരുന്നു എന്നുള്ള സൂചനയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ലഭിക്കുന്നത്. പിന്നെ ഇത് വലിയൊരു LDF പ്രത്യേക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു പ്രചരണമായി LDF അത് മാറ്റുകയും മാത്രമല്ല അത് ആ വീഡിയോകൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് അവിടെയുള്ള ഒരു നാട്ടുകാരൻ തന്നെ ഇയാളോട് അറിയാതെ മൊബൈൽ ഓൺ ചെയ്യുന്ന അറിയാതെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ കൊണ്ട് കൊടുത്തതെന്നല്ല, ആ പാർട്ടി പ്രവർത്തകർ പറഞ്ഞിട്ട് ഇങ്ങനെ നൽകിയതാണ്, ആ പൈസ തിരിച്ച് നൽകുകയും ചെയ്തു, എനിക്ക് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം വീട്ടുകാരുമായി ബന്ധമില്ലാതെ ബാലുശ്ശേരി ബസ് സ്റ്റാൻഡിലും മറ്റോ കഴിയുന്ന ഒരാളാണ്. ഇദ്ദേഹത്തെ ഇറക്കി നമ്മുടെ റിപ്പോർട്ടർ അനീസ് അവിടെ ചെന്നിരുന്നെങ്കിൽ പോലും ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തെ കാണാൻ അവിടെ ഇല്ല. എന്നാൽ ചില ആൾക്കാരൊന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും നേരിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കാൻ കഴിഞ്ഞില്ല. അത് ഞാൻ വീഡിയോയിൽ വ്യക്തമാണ്. ഇത് സംബന്ധിച്ച് വ്യക്തതയില്ല എന്നാണ് മുഹമ്മദ് റിയാസിനോട് പറഞ്ഞപ്പോൾ സംസാരിച്ച വിവരം. CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ഇന്നുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു, അതൊരിക്കലും ലഭ്യമായിട്ടില്ല. എന്തായാലും അതൊരു തിരക്കഥ പ്രകാരം ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്, അത്തരം ഒരു പ്രചരണമാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ക്ഷേമ പെൻഷൻ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു പ്രചാരണം ഉണ്ടാക്കാൻ ഈ വീഡിയോ പരമാവധി ഇടത് പ്രൊഫൈലുകൾ ഹാൻഡലുകൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് പൊളിയുന്നതാണ് ഇപ്പോൾ കാണുന്നത്. കൃത്യമായ തിരക്കഥ അനുസരിച്ച് നടന്ന ഒരു നാടകമായിരുന്നു